ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ള ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വാർത്താ സമ്മേളനം വിളിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് വാർത്താ സമ്മേളനം നടക്കുക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഈ വോട്ട് ചോരി ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ട് ഇപ്പോൾ 10ാം ദിവസമാണ് നാളെയാണ് ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം ഇലക്ഷൻ കമ്മീഷൻ വിളിക്കുന്നത്. പക്ഷേ അതെന്തിനാണ് എന്നത് കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ബീഹാർ ഇലക്ഷൻ മുന്നിലുണ്ട്. ഇനി അതല്ല, ഈ ആരോപണത്തിൽ ഒരു മറുപടി നൽകാൻ വേണ്ടിയാണോ, ഒരു വിശദീകരണമാണോ ഉദ്ദേശിക്കുന്നതെന്നും അറിയില്ല. എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ, ബൽറാം? പ്രജിൻ, അപ്രതീക്ഷിതമായ ഒരു വാർത്താ സമ്മേളനമാണ്. മുൻപ് ഒരിക്കലും ഇല്ലാത്ത വിധം ഒരു ആരോപണത്തിനെതിരെ, രാഷ്ട്രീയമായി ഉയരുന്ന ഒരു ആരോപണത്തിനെതിരെ ഒരു ഭരണഘടനാ സ്ഥാപനം വിളിക്കുന്നത് എന്ന് തന്നെയാണ് നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച വാർത്താ സമ്മേളനത്തിന്റെ പ്രത്യേകത. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ബീഹാർ തിരഞ്ഞെടുപ്പ് തൊട്ട് മുൻപിൽ ഉണ്ട് എങ്കിൽ പോലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് നിലവിൽ തടസ്സങ്ങൾ മുന്നിലുണ്ട്. അതിൽ വോട്ടർ പട്ടിക അന്തിമമായിട്ടില്ല. ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലനിൽക്കുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തിന് മറുപടി നൽകാൻ, അല്ലെങ്കിൽ വിശദീകരണം നൽകാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൽ പ്രധാനമായും രാഹുൽ ഗാന്ധി ഈ ആരോപണം 9 ദിവസം മുമ്പ് ഉന്നയിക്കുമ്പോൾ ഒറ്റ വാക്കിലുള്ള പ്രതികരണമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന ഒറ്റ വാക്കിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചത്. ഈ ഒരു പ്രതികരണത്തിനെതിരെ പോലും രൂക്ഷമായ വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ഇത്രത്തോളം രേഖകൾ നിരത്തി സമയമെടുത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷവും അത് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന ഒറ്റ വരിയിൽ എങ്ങനെ വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയും എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വാർത്താ സമ്മേളനം. നാളെ വൈകിട്ട് 3 മണിക്ക് നാഷണൽ മീഡിയ സെന്ററിൽ വെച്ചാണ് ഈ വാർത്താ സമ്മേളനം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഉൾപ്പെടെ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി ഈ വോട്ടുകൊള്ള, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ മുതൽ വോട്ടധികാർ യാത്ര ആരംഭിക്കുകയാണ് ബീഹാറിൽ നിന്നും. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്ത് വരാൻ ഒരുങ്ങുന്നത്. പ്രജിൻ, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.